ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഉള്ള ഐറ്റംസൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ കുക്കിങ്ങിൻ്റെ കിച്ചൺ വിശേഷങ്ങളൊന്നും ഞാൻ ഒരുപാട് ഷെയർ ചെയ്യുന്നില്ല. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എടുത്തിരിക്കുന്നത് ചിക്കൻ കറിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ചിക്കൻ കറി. പിന്നെ ചിക്കൻ കറിയുടെ കൂടെ കഴിക്കാനായിട്ട് രാവിലത്തേന് കഴിക്കാനായിട്ട് മണിപ്പുട്ടാണ്. അപ്പം മണിപ്പുട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ഇടിയപ്പം ഒക്കെ പോലെ ഇരിക്കും. ഒരു പ്രത്യേക തരം നമ്മൾ പുട്ടുകുറ്റിയിൽ റെഡിയാക്കി എടുക്കുന്ന ഒരു ഇടിയപ്പം പോലെ തോന്നിപ്പിക്കുന്ന ഒരു പ്രത്യേക തരം പുട്ട്. കുറച്ച് കൂടുതൽ തേങ്ങ ആക്കിയിട്ടിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, ഇത് ഏതൊക്കെ ഏരിയാസിലാണ് ഫെമിലിയർ ആയിട്ടുള്ളതെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മളിത് പണ്ട് പോലെ കഴിക്കുന്ന ഒരു ഐറ്റമാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, എൻ്റെയൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ ഞാൻ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു മണിപ്പുട്ട് എടുത്തു. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ കറിയും പിന്നെ ഒരു കപ്പ് ചൂട് ചായയും. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കിച്ചണിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നും ഒരുപാട് ഇൻക്ലൂഡ് ചെയ്യാതെ കഴിക്കൽ മാത്രമായിട്ടുള്ള വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഈവനിങ് ടീ ആൻഡ് സ്നാക്കും അങ്ങനെയുള്ള വിശേഷങ്ങളാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഫ്രൂട്ട്സ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ തോന്നി. അപ്പോൾ ഫ്രൂട്ടായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് സ്വീറ്റ് മെലൺ ആണ്. അപ്പോൾ കുറച്ച് കൂടുതൽ സ്വീറ്റ് മെലൺ കുറച്ച് പീസസ് ആയിട്ട് കട്ട് ചെയ്ത് അത് കഴിച്ചു. പിന്നെ അടുത്തത് ലഞ്ചിന് വേണ്ടിയിട്ട് ഇന്ന് റെഡിയാക്കിയിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള, വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ മാമ്പഴ പുളിശ്ശേരി റെഡിയാക്കിയതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് നമ്മൾ നല്ല വെളിച്ചെണ്ണയിൽ വറ്റൽമുളകും കറിവേപ്പില കടുകൊക്കെ ഇട്ടിട്ട് ഒന്ന് താളിച്ച് ഊറ്റി അതേപടി കുറച്ച് നേരം വെച്ചിരുന്നു. ഇപ്പോഴാണ് ഒന്ന് ഇളക്കി എടുക്കുന്നത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ടേസ്റ്റൊക്കെ നോക്കി നല്ല അടിപൊളി മാമ്പഴ പുളിശ്ശേരിയാണ് ഇന്നത്തെ ലഞ്ചിനുള്ള സ്പെഷ്യൽ എന്ന് പറയുന്നത്. നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐറ്റമാണ് ഇത്. പിന്നെ നെക്സ്റ്റ് ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ഓരോരോ ഐറ്റംസ് കാണിക്കുകയാണ്. ചമ്മന്തിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ വൻപയർ തോരൻ എടുത്തിട്ടുണ്ട്. പിന്നെ പപ്പടം കുറച്ച് ഫ്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ചോറെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് കുറച്ച് ചോറ് ഫ്രഷ്ലി അന്നത്തേനുള്ള കുറച്ച് ചോറാണ് ഇപ്പോൾ നമ്മൾ റെഡിയാക്കുന്നത്. പിന്നെ ഇന്ന് ലഞ്ചിന് സ്പെഷ്യൽ എന്ന് പറയുന്നത് ഫിഷാണ്. കിങ് ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ നമ്മുടെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം ടേബിളിലേക്ക് റെഡിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഓരോന്നോരോന്നായിട്ട് ടേബിളിൽ റെഡിയാക്കി. ഇനിയിപ്പോൾ പ്ലേറ്റിലേക്ക് നമുക്ക് വേണ്ട ഐറ്റംസ് വിളമ്പി കഴിക്കലാണ്. അപ്പോൾ എനിക്ക് കഴിക്കാനുള്ള ചോറ്, എനിക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ചൂട് ചോറെടുത്തു. അപ്പോൾ ആ ചോറിലേക്ക് എനിക്ക് വേണ്ട കറികൾ കുറച്ച് ആവശ്യത്തിന് വേണ്ട കറികൾ ഞാൻ കുറച്ച് ചമ്മന്തിപ്പൊടി എടുത്തു. പിന്നീട് കുറച്ച് വൻപയർ തോരനും പിന്നെ കുറച്ച് കിങ് ഫിഷ് ഫ്രൈ ചെയ്ത് 1-2 പീസ് ഫിഷ് ഫ്രൈ ചെയ്തതും പിന്നെ ചോറിലേക്ക് കുറച്ച് കൂടുതൽ മാമ്പഴ പുളിശ്ശേരി ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു പപ്പടം എടുത്തു. അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഉച്ചയൂണ്. നമ്മൾ വൻപയർ തോരൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പ്രിപ്പയർ ചെയ്തത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് അതുകൊണ്ട് തോരനും കാര്യങ്ങളൊന്നും റെഡിയാക്കിയില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഡേയിൽ ഫ്രഷായിട്ട് അടുത്ത പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ മാമ്പഴ പുളിശ്ശേരിയൊക്കെ ഒഴിച്ച് ആസ്വദിച്ച് നമ്മുടെ ലഞ്ച് കഴിക്കുകയാണ്. അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള ഈവനിങ് ടീ ആൻഡ് സ്നാക്കും അതുപോലെ തന്നെ ഡിന്നർ വിശേഷങ്ങളെല്ലാം അതിൻ്റെ പുറകെ ബാക്കി ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കുക്കിംഗ് വീഡിയോ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വീഡിയോ നമ്മുടെ ഒരുപാട് ലെങ്തി അല്ല, കഴിക്കലും കുടിക്കലുമായിട്ടുള്ള വിശേഷങ്ങൾ മാത്രം ഷെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം വീഡിയോയുടെ ലെങ്ത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്കിലും വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ എന്ന് പറയുന്നത് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ ആസ്വദിച്ചുള്ള ലഞ്ച് കഴിക്കലൊക്കെ കഴിച്ചു. ഈവനിങ് ആയപ്പോഴത്തേനും നമ്മൾ ഒരു കപ്പ് ചൂട് ചായയും പിന്നെ സ്നാക്കായിട്ട് എടുത്തിരുന്നത് പരിപ്പുവട, അതുപോലെ തന്നെ റവയുണ്ടയും പിന്നെ കൽത്തപ്പവും
പിന്നീട് ഒരു ചിക്കൻ ബോക്സ് ഒരു ഐറ്റവും ആയിരുന്നു. അതൊക്കെ ചേർത്ത് നമ്മൾ വൈകുന്നേരത്തെ ചായ കുടിച്ചു. അതിനുശേഷം ഒരു ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ സ്വീറ്റായിട്ട് മക്കൾക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഡോണറ്റ് ഇരിപ്പുണ്ടായിരുന്നു, അത് കൊടുത്തു. പിന്നെ നമ്മൾ ഹേസൽനട്ട് ഫ്ലേവറിലുള്ള വേഫേഴ്സ് ഉണ്ടായിരുന്നു, അതും നമ്മളെല്ലാവരും കൂടി എടുത്ത് ഷെയർ ചെയ്ത് കഴിച്ചു. പിന്നെ ബോട്ടിലിൽ നമ്മുടെ കയ്യിൽ ലിച്ചി ഫ്ലേവേർഡായിട്ടുള്ള ഒരു ജ്യൂസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കുടിച്ചതിന് ശേഷം പിന്നീട് വൈകുന്നേരം ആയപ്പോഴത്തേനും ഡിന്നറിന് വേണ്ടി നമ്മൾ എടുത്തിരുന്നത് തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറിയും, അതുപോലെ തന്നെ നമ്മൾ ഡിന്നറിന് വേണ്ടി എടുത്തിരുന്നത് പത്തിരി, നൈസ് പത്തിരിയല്ല, തിക്കായിട്ടുള്ള തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള കട്ടിയുള്ള ഒരു ടൈപ്പ് പത്തിരി. അപ്പോൾ നമ്മളിതിനെ പറയുന്നത് കൈറൊട്ടി എന്നൊക്കെയാണ്, തിക്ക് റൊട്ടി, കൈറൊട്ടി എന്നൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഡിഷസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക്